ഈ നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറേയധികം സ്ഥലങ്ങൾ പുതിയതായിട്ട് പേ ആൻഡ് പാർക്കിങ്ങിനായിട്ട് അത് റോഡിലാണ് ആ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതൊരിക്കലും ആശാസ്യകരമായ കാര്യമല്ല. റോഡ് യാത്രക്കാർക്ക്, വാഹനങ്ങൾക്കാണെങ്കിലും മറ്റ് കാൽനട യാത്രക്കാർക്കാണെങ്കിലും സുരക്ഷിതമായിട്ടും തടസ്സമില്ലാതെയും യാത്ര ചെയ്യാനുള്ള സംവിധാനം. അവിടെ പാർക്കിംഗ് അനുവദിക്കുന്നത്, അത് പാർക്കിംഗ് അനുവദിക്കുന്നത് മാത്രമല്ല, അതിന് പണം വാങ്ങുന്നത് പോലും ശരിയാണെന്ന് യോജിക്കാൻ കഴിയുന്നില്ല. പാർക്കിംഗ് സംവിധാനം ഒരുക്കേണ്ടത് ബിൽഡിങ് പണിയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉടമകൾ അതിൽ വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ, അല്ലെങ്കിൽ അവിടെ ഇതിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ആ ബിൽഡിങ്ങിലുള്ള, അത് മുൻകൂട്ടി ഉറപ്പ് വരുത്തേണ്ടത് അതിന് ബിൽഡിംഗ് പണിയാൻ പെർമിറ്റ് കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതേപോലെ തന്നെ ഇനി എല്ലാ സ്ഥലത്തും നമുക്കത് സംവിധാനം ഒരുക്കാൻ പറ്റുന്നില്ല. ആവശ്യത്തിനുള്ള സംവിധാനം ഈ ബിൽഡിങ്ങിലും ഒരുക്കാൻ പറ്റുന്നു വരില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. അത് റോഡിലല്ല. റോഡ് എപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ സുരക്ഷിതമായ തടസ്സമില്ലാത്ത യാത്രയ്ക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് പ്രത്യേക സ്ഥലങ്ങൾ പാർക്കിംഗ് സോണുകളായിട്ട് നിശ്ചയിച്ചുകൊണ്ട് പണം വാങ്ങുന്നതും ശരിയായ നടപടികളല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരേജ് വേന്ന്, അതായത് വാഹനങ്ങൾക്കായിട്ട് തിരിച്ചെത്തുന്ന സ്ഥലത്ത് നിന്ന് 1.5 മീറ്റർ മാറിയിട്ടായിരിക്കണം ഫുട്പാത്ത് വേണ്ടതെന്നും അതിനപ്പുറത്തേക്ക് പാർക്കിംഗ് പാടുന്നുള്ളതെന്ന് പറയും. ഇതിപ്പോൾ ഫുട്പാത്തിനും കാരേജ് വേക്കും ഇടയിലായിട്ടാണ് പാർക്കിംഗ് വന്നിരിക്കുന്നത്. അത് ശരിയായ ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സ്ഥലസൗകര്യത്തിൻ്റെ അപാകതകളുണ്ട്. കോർപ്പറേഷൻ കുറേയധികം പാർക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പാളയത്തുണ്ടായിരുന്നപ്പോഴത്തേക്കും അവിടെ 300-ലധികം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. പക്ഷേ എപ്പോൾ ചെന്നാലും 30-40 വണ്ടികളുടെ പാർക്കിംഗ് അവിടെ കാണാറുള്ളൂ. ബാക്കി വണ്ടികളെല്ലാം അതിന് പരിസരത്തുള്ള റോഡുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോ പാർക്കിംഗ് സോണാണ് വർദ്ധിപ്പിക്കേണ്ടത്. പാർക്കിംഗ് സോണുകളല്ല വർദ്ധിപ്പിക്കേണ്ടത്. നോ പാർക്കിംഗ് സോണുകൾ വർദ്ധിപ്പിച്ചിട്ട് ആളുകളെ ശീലമാക്കണം ഈ പാർക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ നമുക്കൊരു ഇവിടെ സിറ്റിയിൽ വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യ വാഹനങ്ങൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇട്ടുകൊണ്ട് പോകുന്ന കാര്യം നിരുത്സാഹപ്പെടുത്തണം. അപ്പോൾ അതിന് എന്ത് വെച്ച് കഴിഞ്ഞാൽ പൊതുഗതാഗതം കുറച്ചും കൂടി ഉചിതമായിട്ട് സംവിധാനം ഉണ്ടാകണം. ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനേകം ഇലക്ട്രിക് ബസ്സുകളൊക്കെ വന്നപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതിനെ കുറച്ചും കൂടി കാര്യക്ഷമമാക്കാൻ നോക്കുക. ഇനി അഥവാ ഇതിന് കോർപ്പറേഷൻ അതായത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കുറേ വണ്ടി കൊടുത്തിട്ടുണ്ട്. അതും KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോർപ്പറേഷന് ഫണ്ട് കണ്ടെത്തിയിട്ട് ഈ കൂടുതൽ, അതായത് ഈ പാർക്കിംഗ് സ്ഥലത്ത് അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്തിൽ നിന്ന് കൂടുതൽ പണം പിരിച്ചിട്ട്, റോഡിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന പാർക്കിംഗ് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് യാത്രക്കാർക്ക് യാത്രാ സൗജന്യം കൊടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ പോകുന്ന യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ പോകുന്ന യാത്രക്കാർക്ക് യാത്രാ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് വാഹനങ്ങൾ വരുന്നത് കുറേയധികം കുറയ്ക്കാൻ സാധിക്കും. ആ സൗജന്യത്തിനുണ്ടാവുന്ന ആ നഷ്ടം നികത്താനായിട്ട് ഇതേപോലെ പാർക്കിംഗ് സോണുകളിൽ കിടക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പാർക്കിംഗ്, അതേപോലെ തന്നെ സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരിയിലേക്ക് കയറുമ്പോൾ തന്നെ പൈസ കൊടുക്കണം. ആ ഭാഗത്തോട്ട് കയറാൻ പൈസ കൊടുക്കണം. പിന്നെ പാർക്കിങ്ങിന് വേറെ പൈസ കൊടുക്കുകയും വേണം. അതേപോലെ സംവിധാനം സിറ്റിയിലേക്ക് കയറുന്ന സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുകയാണെങ്കിൽ ആ പൈസ ഇതിൻ്റെ കോമ്പൻസേഷൻ, സൗജന്യമായിട്ട് യാത്ര കൊടുക്കുന്നതിന് പകരമായിട്ട് അതിന് കോമ്പൻസേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ സൗജന്യ യാത്ര താല്പര്യപ്പെട്ടുകൊണ്ട് കുറേ അധികം ആളുകൾ വാഹനം ഒഴിവാക്കി ഈ പൊതുഗതാഗതം സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടി അതിൻ്റെ കൂടൊപ്പം.